an esteemed associate professor in the Electrical and Electronics Engineering Department at EBITS. With a distinguished academic and professional background, Dr. Arun brings invaluable insights into the electric vehicles and renewable energy, making him the ideal speaker for our session on solar power and electric vehicles. Dr. Arun's academic journey includes a PhD in electrical engineering from Karunya University, Coimbatore, where he specialized in electric vehicles and renewable energy. He also holds an MA in Applied Electronics from Anna University, Coimbatore, and a BTech in Electrical and Electronics Engineering from MG University, Kottayam. Dr. Arun's achievements speak volumes about his expertise. He was awarded a patent by the Government of India in 2024 for the innovative retrofitting of conventional vehicles to solar-powered electric vehicles, and his startup Relevant Energy Solutions Private Limited was recognized by the Kerala State Regulatory Commission for its success. Dr. Arun has also contributed to the Australian patent for an advanced separator machine. In today's presentation, Dr. Arun will shed light on the transformative potential of solar power in the realm of electric vehicles. He will explore the synthesis between solar energy and electric mobility, discuss the technological advancements, and highlight how this combination can drive us towards a sustainable future. Please join me in welcoming Dr. Arun Eldo Elias as he enlightens us on this important topic with a warm round of applause. ഞാൻ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ പല കാര്യങ്ങള് ഇപ്പൊ ലിജു കഴിഞ്ഞ സംബന്ധിച്ച് പറഞ്ഞില്ലേ, നമുക്ക് പിള്ളേരോട് എന്തുകൊണ്ട് ഇലക്ട്രിക്കിന് ജോയിൻ ചെയ്യാൻ പറ്റണ എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റഡ് ആണ്. അതാണ് ബേസിക്കലി. ഇപ്പോൾ ഞാൻ അപ്ഡേറ്റഡ് ആണെന്ന് വെച്ചാൽ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു ബിസിനസ്സിലേക്ക് പോയി, അതുകൊണ്ട് മാത്രം വേണം അതിനാവശ്യമില്ല. അപ്പൊ അങ്ങനെ പോയ കാരണം മാത്രമാണ് ഞാൻ അപ്ഡേറ്റഡ്. അപ്പൊ നമുക്ക് പലപ്പോഴും പറ്റാണ്ട് പോകണമെന്ന് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റഡ് അല്ല. നമ്മൾ അപ്ഡേറ്റഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്കൊരു സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഇലക്ട്രിക്കൽ ജോയിൻ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ മെക്കാനിക്കൽ അതിൻ്റെ റീസെൻറ്റ് ട്രെൻഡ്സ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം ഇ വിയുടെ പിന്നെ സോളാറിൻ്റെ കുറച്ച് ഏരിയാസാണ് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് ഇ വി നമ്മൾ വിചാരിക്കുക ഇ വി എന്ന് പറയുന്ന സാധനം 2020 ആ കാലഘട്ടത്തിലാണ് വന്നത്. അങ്ങനെയല്ല, ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്തൊരു സാധനം ഇ വി ആണ്. IC എഞ്ചിൻ വന്നേക്ക് മുമ്പേ ഇ വിസ് ഉണ്ടായിരുന്നു. 1749 തൊട്ട് 1991 ലിഥിയം ബാറ്ററിയാണ് ആദ്യം കാലഘട്ടത്തിലെ ലെഡ് ആസിഡ് ബാറ്ററി ആയിരുന്നു. അത് കഴിഞ്ഞ് 1991 ലിഥിയം ബാറ്ററി വന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നു ഒരു 96 ഒക്കെ ആയപ്പോൾ 2000 ആയപ്പോഴാണ് ശരിക്കും ഒരു ഇ വിയുടെ ഒരു ഇ വി എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് ടൊയോട്ട പ്രയോസ് എന്ന് പറഞ്ഞൊരു വണ്ടി ഇവർ ഡെവലപ്പ് ചെയ്തു. ഈ ടൊയോട്ടയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവർ ഒത്തിരി ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നു. ഇപ്പോൾ അവർ ഹൈഡ്രജൻ പവേർഡ് വണ്ടി ഇറക്കിയിട്ടുണ്ട്, ടൊയോട്ട മിറായി. ഇത് ബാംഗ്ലൂർ പ്ലാന്റിൽ 2 വർഷം മുമ്പ് ഈ വണ്ടി റെഡിയാണ്, ഫുൾ കണ്ടീഷനിൽ വണ്ടി റെഡിയാണ്. പക്ഷെ എന്താ പറ്റുന്നത് വെച്ചാൽ ഹൈഡ്രജൻ ഫില്ലിംഗ് സ്റ്റേഷൻ ഇല്ല. അത് വെച്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അത് ഓടിക്കാൻ പറ്റുന്നില്ല. നിതിൻ ഗഡ്കരിക്ക് ടൊയോട്ട കമ്പനി ഈ വണ്ടി സാമ്പിളായിട്ട് ഓടിക്കാൻ കൊടുക്കും കുറേ നാൾ. ഇപ്പോഴും ഉപയോഗിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ടൊയോട്ട പ്രേസ് ഹൈബ്രിഡ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ വ്യത്യാസം? അന്നത്തെ സി ക്ലാസ് ബെൻസിന് 25 ലക്ഷം രൂപയുള്ളൂ, ടൊയോട്ട പ്രേസിനും 25 ലക്ഷം രൂപ. അപ്പോൾ ഈ വണ്ടി ഒട്ടും പോപ്പുലർ ആയില്ല. അങ്ങനെ നിന്ന് പിന്നെ 2015 ടെസ്ല വന്നു കഴിഞ്ഞപ്പോഴാണ് ഇ വി ഒരു ബൂമായി മാറി. ടെസ്ല പ്രൂവ് ചെയ്ത് കാണിച്ചു. ഇപ്പോൾ റീസെൻ്റായിട്ട് ടെസ്ലയുടെ ഒരു വണ്ടി 6.5 ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഒരു IC എഞ്ചിൻ വണ്ടി 6 ലക്ഷം കിലോമീറ്റർ ഓടുന്ന എഞ്ചിൻ ഓയിൽ അങ്ങനെയുള്ളത് വളരെ റെയറായിട്ട് ടൊയോട്ടയുടെ വണ്ടികളിൽ 6 ലക്ഷം കിലോമീറ്റർ ഓടിയെന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഇ വി അത്രയും ബൂം ചെയ്യണം. പിന്നെ ഒരു ഓട്ടോ പൈലറ്റ് ആക്കി അങ്ങനെയുള്ള ഇതിലൊക്കെ ടെസ്ല ഭയങ്കരമായിട്ട് ബൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ബാക്കി പറയില്ലേ, നമ്മൾ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങുമെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. പിന്നെ ലാൻഡ് റോവറിനും ജാഗ്വാറിനും എല്ലാവരും കണ്ണു പിടിച്ച് നിന്നു ടെസ്ലയുടെ മുമ്പിൽ. പിന്നെ അവരതിൻ്റെ അകത്തേക്ക് സ്റ്റഡി ചെയ്ത് ഇപ്പോൾ ജാഗ്വാർ ലാൻഡ് റോവർ അവരാണ് ഇപ്പോൾ ടാറ്റേനെ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ടാറ്റയുടെ വണ്ടിയുടെ വേറെ പ്രശ്നമൊന്നുമില്ല, ബാറ്ററിയാണ് ഏറ്റവും വലിയ വിഷയം. പക്ഷേ വണ്ടി വൈസ് ടാറ്റയുടെ വണ്ടി ഒരു 85% ബെസ്റ്റ് വണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യും. പക്ഷേ ടാറ്റ ലിജു കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ബാറ്ററി ടെക്നോളജിയിൽ ടാറ്റ മോശമാണ്. പക്ഷെ എന്നാലും ടാറ്റയുടെ വണ്ടിക്ക് വില കുറവുണ്ട്. അപ്പോൾ
ആ ഒരു ഇതിലാണ് EV സെയിൽസ് ഫിഗർ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 2021, 23, 24 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ സെയിൽസ് ഹൈ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഫ്യൂച്ചർ ഈസ് ഇലക്ട്രിക്. അതെല്ലാവരും പറയുന്ന പോലെ 2050 ആകുമ്പോഴത്തേക്കും 80% ഓഫ് പാസഞ്ചർ കാർസ് സംശയമില്ലാത്ത കാര്യം. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള എൻവയോൺമെന്റൽ ഇംപെറേറ്റീവ്സ് നമ്മുടെ ഗ്രീൻ ഹൗസ് പിന്നെ ഗവൺമെന്റ് പോളിസീസ്, പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെന്റ് അതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ യൂറോപ്യൻ ഗവൺമെന്റ് പുതിയൊരു പോളിസി വന്നിട്ടുണ്ട് 2030 കഴിഞ്ഞാൽ അവർ ഏറ്റവും EVനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് നോർവേ. നോർവേയിൽ എന്താണെന്ന് വെച്ചാൽ 100% EV ആയിരിക്കും 2030. EV അല്ലാത്ത ഒരു വണ്ടിയില്ല. അപ്പൊ നോർവേയിൽ അവരെന്താ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവർ വേൾഡ്സ് ഫസ്റ്റ് കൺട്രി ആയിരിക്കും. അപ്പോൾ അവർ പ്രൊമോട്ട് ചെയ്യുന്ന പല രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എറണാകുളം പോവുകയാണെങ്കിൽ കലൂർ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് EV വണ്ടികൾക്ക് മാത്രമേ പോകാൻ പറ്റൂ. ഒന്നുകിൽ നമ്മൾ മെട്രോ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഇലക്ട്രിക് ബസ് യൂസ് ചെയ്യണം. പിന്നെ ഇവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഫ്രീ ചാർജ്, EV ഉള്ളവർക്ക് ഫ്രീ ചാർജ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ രാജ്യങ്ങളും അങ്ങനെ വരും. ഇവൻ ദുബായ് വരെ സസ്റ്റൈനബിലിറ്റിയിൽ സോളാർ വയ്ക്കാൻ പോകും. അത്രയും അഡ്വാൻസ് ചെയ്യണം. ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വെഹിക്കിൾ ടു ഗ്രിഡ്. ഇപ്പം നമുക്ക് ഈ വെഹിക്കിൾ ടു ഗ്രിഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ രാവിലെ കോളേജിൽ പോയിട്ട് വൈകിട്ട് വരുന്നു, വൈകിട്ട് 5 മണിക്ക് വീട്ടിൽ കയറും. എൻ്റെ വണ്ടി അതിൻ്റെ അകത്തൊരു 80% ചാർജ് ഉണ്ട്. പീക്ക് ലോഡ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ രാത്രി 6 to 10 ആ സമയത്താണ് എപ്പോഴും ഏറ്റവും കൂടുതൽ എനർജി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ വണ്ടിയിൽ നിന്ന് നമ്മുടെ വീട്ടിൽ പോകണം. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ആപ്പിലൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും പിന്നെ ഏത് സമയം വരെ നമ്മൾ കൊടുക്കണം എന്നുള്ളത്. ഇപ്പം എനിക്കിന്നും പോകണ്ട. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇത് തന്നെ നമ്മുടെ വീട് പവർ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഗ്രിഡിലേക്ക് ആക്സസ് ചെയ്യും. ഇനി രാത്രി 10 കഴിയുമ്പോൾ തിരിച്ച് പീക്ക് ലോഡ് അവേഴ്സ് മാറി കഴിയുമ്പോൾ ഗ്രിഡിൽ നിന്ന് വണ്ടി വീണ്ടും ചാർജ് ചെയ്ത് രാവിലെ ഫുൾ ചാർജ് ആയിട്ട് വരും. അപ്പോൾ ഇത് യൂറോപ്യൻ കൺട്രീസിൽ 2-3 വണ്ടികൾ ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ വരാൻ പോകുന്നത് സോളാർ പവർ ടിവിയാണ്. ഇതേപോലെ ടോപ്പ് പാനൽസ്, ചൈനയിലൊക്കെ ചെറിയ ചെറിയ വണ്ടികളുണ്ട്, ടോപ്പിൽ പാനൽ വെച്ച് ചെയ്യുന്ന വണ്ടികൾ. ഇങ്ങനത്തെ വണ്ടികൾ വരാം. പിന്നെ ഇപ്പോഴത്തെ പോലെ പുതിയ സോളാർ പാനൽ ടെക്നോളജിയിലൊക്കെ ഔട്ട്പുട്ട് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു സോളാർ കാർ ഉണ്ടാക്കി, അതിൻ്റെ ഫോട്ടോ കാണിച്ചാൽ അന്നത്തെ പാനലിൻ്റെ ഔട്ട്പുട്ട് 300 watts ആണ്. ഇപ്പോൾ സെയിം സൈസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് 600 watts ആണ്. ഒരു 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പാനൽ 1000 watts ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. വിദൂരമല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റീട്രോഫിറ്റിംഗ്. പഴയ വണ്ടികളെ നമുക്ക് ഇലക്ട്രിക് വണ്ടിയാക്കാം. ഇത് നമ്മുടെ ഇവിടെ ഇതിനൊക്കെ പോപ്പുലാരിറ്റി കിട്ടാത്തത് എന്താണെന്ന് വെച്ചാൽ ARAI സർട്ടിഫിക്കേഷൻ കിട്ടണം. അപ്പം ഞങ്ങളൊരു 800 ഉണ്ടാക്കിയിട്ട് ആ വണ്ടി കൊമേഴ്ഷ്യലൈസ് ചെയ്യണമെങ്കിൽ 800-ന് ARAI സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ സർട്ടിഫിക്കേഷൻ എടുക്കണമെങ്കിൽ 8 lakhs ഫീസ് അടക്കണം. ഇനി ഞാൻ 800 ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനും ഫീസ് അടയ്ക്കണം, ഓൾട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനും ഫീസ് അടയ്ക്കണം. പക്ഷെ ഫോറിൻ രാജ്യങ്ങളിൽ അങ്ങനത്തെ ഒത്തിരി നിബന്ധനകളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തൊക്കെ ഒത്തിരി പേര് റീട്രോഫിറ്റ് ചെയ്യുന്നു. അടുത്തത് ഗവൺമെൻറ് നോംസ്. നമ്മൾ പറഞ്ഞാൽ ഫേസ് ഔട്ട് ഓഫ് കമ്പസ്റ്റൻ എഞ്ചിൻ ബൈ 2030 അങ്ങനെയുള്ള കാര്യങ്ങളും സബ്സിഡീസും ഇൻസെൻറ്റീവ്സും ഒക്കെ ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെൻറ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കമ്പനി നോംസ്, ഞാൻ പറഞ്ഞത് പല കമ്പനികളും. ഇതിനകത്ത് ഫസ്റ്റ് ഒന്നാണ് ടെസ്ല. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ EVs ഉണ്ടാക്കുന്ന ടെസ്ലനെ കവർ ചെയ്തിട്ടുള്ള കമ്പനിയാണ് BYD. ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ചൈനീസ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. 1995 ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൈക്കിള് തൊട്ട് കാർ തൊട്ട് ട്രക്ക് വരെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. നമ്മുടെ ഇവിടെ ഉണ്ട് BYD, ആറ്റോ 3, EV6 അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമുക്ക് ഇന്ത്യയിൽ കേരളത്തിലുണ്ട്. അപ്പോൾ ഇവർക്ക് BYDക്ക് എന്താ പ്രത്യേകത? ഇലക്ട്രിക് വണ്ടി മാത്രമേ ഉള്ളൂ. ടെസ്ലയ്ക്ക് ഇലക്ട്രിക് വണ്ടി മാത്രമേ ഉള്ളൂ. ഈ റിവിയൻ എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാർട്ടപ്പാണ്. ഈ അതും ഇലക്ട്രിക്കുള്ള അത് ട്രക്കാണ്. നമുക്ക് വലിയ ട്രക്കില്ല, ഫോർഡിൻ്റെ ഒക്കെ വലിയ ട്രക്കുകൾ ഡ്യുവൽ മോട്ടർ അല്ലെങ്കിൽ ക്വാഡ് മോട്ടർ, 4 വീൽ മോട്ടറുള്ള ട്രക്കുകളാണ് റിവിയൻ പോലുള്ള കമ്പനികൾ. ഈ റിവിയൻ കമ്പനിയിൽ 40,000 crores ആണ് വോക്സ് വാഗൺ കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ വോക്സ് വാഗൺ തന്നെ മനസ്സിലാവും ഇവരുടെയൊക്കെ പോക്ക് മോഡാണ്. അപ്പോൾ അത്രയും ഇതായിട്ട് ഓരോ കമ്പനികൾ ജനറൽ മോട്ടോഴ്സ് വോക്സ് വാഗൺ 70% by 2030, ടൊയോട്ട 70% by 2030. ടാറ്റ ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചു കഴിഞ്ഞു ഓൾറെഡി. മാരുതി 2025 ആവുമ്പോൾ ലോഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്താ പറ്റണമെന്ന് പറയുമ്പോൾ, പക്ഷേ മാരുതിയും ഇത് നിന്നില്ലെങ്കിൽ പണ്ട് അംബാസഡറിനും കൊടാക് ക്യാമറയ്ക്കും ഒക്കെ പറ്റിയ പോലെ മാരുതിക്കും എന്തായാലും പറ്റും.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ റീൽസിലൊക്കെ കണ്ടായിരുന്നു ഹമ്മർ EV, വളരെ ഇതായിട്ട് അത് ക്വാഡ് മോട്ടറാണ്, 4 വീലും മോട്ടറാണ്. ഇതിന്റെ പവർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കാവുന്ന 400 bhp ഒക്കെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്രയും അഡ്വാൻസ്ഡ് വണ്ടികൾ BYD ടാങ്ക് എന്ന് പറഞ്ഞ BYD ഇവോൺ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്. വീഡിയോ വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം, അത് കാണുമ്പോൾ ലാസ്റ്റ് കാണിച്ചു തരാം. അടുത്തത് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മോട്ടറിനെ കുറിച്ചാണ്. ജനറൽ ആയിട്ടാണ് DC മോട്ടറാണ് ആദ്യം ഇറങ്ങിയ വണ്ടികൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒട്ടും എഫിഷ്യൻ്റ് അല്ല, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വന്നത് ടെസ്ല അവരുടെ വണ്ടികളിലൊക്കെ ഇൻഡക്ഷൻ മോട്ടറുകൾ കൊടുക്കും. പക്ഷെ ഇവരിത് മാറ്റുകയാണ്. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കൺട്രോൾ സൈഡ് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കോമൺ ആയിട്ട് വന്നത് സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടറാണ്. ഇനി ഫ്യൂച്ചറിൽ ഇതിനെന്താ പ്രശ്നമൊന്നുമില്ല, ലോ സ്പീഡിൽ വൈബ്രേഷൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്ത് ഇതിന് എന്താ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് മോട്ടറിൻ്റെ വൈൻഡിങ് ഇല്ല. അപ്പോൾ ഈ സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടറിൽ ടെസ്റ്റിലേക്ക് ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വണ്ടികളിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് BLDC അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഇതാണ് EVസിൽ യൂസ് ചെയ്യുന്ന മോട്ടർ. അപ്പോൾ ഇതിൻ്റെ ഒത്തിരി അഡ്വാൻറ്റേജ് എഫിഷ്യൻസിൻ്റെ കോമ്പൻസിൻ്റെ ഈ മോട്ടോർ സൈഡിൽ ഇനി ഒരു വലിയ അഡ്വാൻസ്മെൻ്റ് ഒന്നും വരാനില്ല. അതിൻ്റെ അകത്ത് ഉള്ളതെല്ലാം പക്കയായിട്ടാണ് നിൽക്കുന്നത്. ഇനി EVനെ സംബന്ധിച്ചിടത്തോളം ബാറ്ററി സൈഡ് മാത്രമാണ് വരാനുള്ളത്. ബാറ്ററി സൈഡിൽ റേഞ്ച് കൂട്ടുക എന്നൊരിത് മാത്രമേ ഉള്ളൂ. മോട്ടറിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഈ മോട്ടോർ എന്ന് പറയുന്ന സാധനം ഈ 6 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയിൽ പോലും ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റും ഒരു കൂളൻ്റ് സർക്കുലേറ്റ് ഉണ്ട്. ആ കൂളൻ്റെ ഇടയ്ക്ക് മാത്രം അത്രേ ഉള്ളൂ. വേറെ ഒരു സർവീസും നമ്മൾ ഇപ്പം നമ്മൾ വീട്ടിലെ ഫാൻ 40 വർഷമായ ഫാനുണ്ട്, എന്തെങ്കിലും ചെയ്യുമ്പോൾ ഓയിലോ അങ്ങനെ ഒരു മെയിൻ്റനൻസും ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെർമനന്റ് മാഗ്നറ്റിസം കുറയാമെന്നാണ്. പക്ഷേ ഇത്രയും നാളായിട്ട് അത് കുറഞ്ഞിട്ടില്ല. 10 വർഷത്തിൽ കൂടുതൽ ഒരു മോട്ടറിന് ലൈഫ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള എല്ലാ വണ്ടികളിലും യൂസ് ചെയ്യുന്ന പെർമനന്റ് മാഗ്നറ്റിസം മോട്ടർ. ഇതിൻ്റെ ഔട്ട്പുട്ട് വേവും സൈനസോയിഡൽ വേവും. പിന്നെ ഇനി അതിൻ്റെ PhD ടോപ്പിക് ഇതാണ് ആക്സിയൽ ഫ്ലക്സ് പെർമനന്റ് മാഗ്നറ്റിക്. മറ്റേതെല്ലാം റേഡിയൽ ഫ്ലക്സ് ആയിരുന്നു. ഈ ആക്സിയൽ ഫ്ലക്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വീലിലൊക്കെ മോട്ടർ വരുമ്പോൾ സൈസ് ചെറുത്, ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് സ്പേസ് യൂട്ടിലൈസേഷൻ ഇതാണ്. പിന്നെ എഫിഷ്യൻസി 20% കൂടുതലുണ്ടാകും. അപ്പോൾ ഈ ഏരിയ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആണ്. ഇനി ഇതിൻ്റെ സ്പീഡ് കമ്പാരിസൺ വരുമ്പോൾ ആക്സിയൽ ഫ്ലക്സ് പെർമനന്റ് മാഗ്നറ്റിക് മോട്ടോഴ്സിന് സ്പീഡ് കൂടുതലായിരിക്കും. ഇതെൻ്റെ എഫിഷ്യൻസി ആൻഡ് ലോഡ് പെർസെൻറ്റേജ് ഇതാണ് ഞങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത പ്രോഫിറ്റഡ് സോളാർ കാർ. അപ്പോൾ ഈ കാർ ഇല്ല, ഇതിനുള്ള കോമ്പറ്റീഷനുമായിട്ട് ട്രെയിലറിൽ കത്തിപ്പോയി. പക്ഷേ എനിക്ക് പാറ്റന്റ് കിട്ടും. ഇനി ഈ പാറ്റന്റിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ പല കമ്പനികളും ഇപ്പോൾ ആരെങ്കിലും ഒരു കമ്പനി മാരുതി 800 റീട്രോഫിറ്റ് ചെയ്ത് ഇറക്കുവാണെങ്കിൽ എനിക്ക് പോയി കേസ് ഫയൽ ചെയ്യും. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഒന്നെങ്കിൽ അവർക്ക് തന്നെ സെറ്റിൽ ചെയ്യേണ്ടി വരും, പൈസ വെച്ച് എന്തെങ്കിലും സെറ്റിൽ ചെയ്യേണ്ടി വരും. അപ്പം നമുക്കൊരു മുടക്കാം, അങ്ങനെ ഒരു കാര്യം. അല്ലെങ്കിൽ നമുക്ക് തന്നെ തുടങ്ങാൻ വേണ്ടി അങ്ങനെ പല അഡ്വാൻറ്റേജസ് ഉണ്ടാവും. ഞാനിനി നിങ്ങൾക്ക് ഇത്രയാണ് EVനെ കുറിച്ച് പറയുന്നത്. ഞാൻ BYDയുടെ വണ്ടിയുടെ ഒരു കണ്ടിട്ട് With Google Workspace, നമ്മുടെ you കേരളത്തിലെ can create a Gmail account വെള്ളത്തിലൂടെ പോലെ with പോകാൻ your പറ്റും. branding, helping your business look professional in any inbox. That's business email made easy. Recently, Yangwon Motors officially announced that its first model, the Yangwon U8, will be launched on September 20th. The Yangwon U8 was officially unveiled in January of this year, and pre-sales began in April at a price of 1.098 million renminbi, approximately $160,000. In the latest official video, the Yangwon U8 introduces a new high-tech feature, which is the life-saving emergency flotation capability. The emergency flotation capability of the Yangwon U8 refers to the vehicle's ability to move and steer while floating in water in case of emergencies. This feature mainly utilizes passive trigger technology. When the user actively activates the water crossing mode via the main screen and starts crossing water, the vehicle monitors the water depth, vehicle posture, wheel slippage,
and other parameters through various sensors. If the conditions for flotation are met, it automatically triggers the emergency flotation mode. So, what can be achieved with the emergency flotation feature of the Yanwan U8? According to BYD, when the vehicle accidentally enters a deep water area and begins floating, it can keep the interior free of visible standing water for up to 30 minutes. During this time, the vehicle can still move forward and steer. The Yanwan U8's emergency flotation capability brings a new dimension to passenger safety. The vehicle's excellent sealing ensures that minimal water enters the interior for at least 30 minutes, giving occupants a significantly increased chance of survival on water. Furthermore, the ability to move and steer the vehicle while afloat greatly enhances the likelihood of self-rescue or getting closer to rescue personnel, reducing the difficulty of rescue. Moreover, from the videos released by BYD, it can be seen that all electronic components of the Yanwan U8 continue to function during water entry and flotation. The sunroof can still be opened, which greatly reduces the possibility of occupants being trapped due to the inability to open windows, significantly improving safety. But how does the Yanwan U8 achieve this emergency flotation feature? It is passively triggered, and when activated, it automatically shuts down the engine, raises the suspension to the highest position, automatically raises the windows, switches the air conditioning to recirculation mode, and adapts the cooling fans for better sealing. At the same time, the sunroof automatically opens to provide an escape route in extreme situations. The large screen inside the vehicle also displays water depth data and vehicle posture to help users understand the vehicle and its surroundings. Once floating, the vehicle's interior can remain largely free of standing water for up to 30 minutes, and it won't sink. The rotation of all four wheels allows the vehicle to move at a speed of 3 kilometers per hour. In summary, the Yanwan U8 is positioned as a large extended-range SUV with dimensions of 5319/2050/1930 mm, length/width/height, and a wheelbase of 3,050 millimeters. The interior design is luxurious, featuring 5 large screens and extensive use of genuine leather, including Nappa leather seats. It also includes a 3-layer laminated glass sunroof and double-layer laminated glass. In terms of power, the Yanwan U8 is equipped with a 4-wheel drive, 4-motor structure, with a 2.0T engine serving as a range extender. The maximum power of a single motor is 220 to 240 kilowatts, with a maximum torque of 320 to 420 Newton meters. The total power output is 1197 horsepower, and it is equipped with Yisafane blade batteries and a non-load-bearing body. It offers a range of over 1,000 kilometers. Additionally, it has more than 17+1 driving modes to handle various off-road conditions, along with features like pivot turns, infrared thermal imaging, and an onboard satellite phone. It's truly a land tank that can legally be driven on the road. What are your thoughts on the Yanwan U8? Subscribe to my channel to learn more about Chinese automobiles. 1100 HP എന്ന് പറയുന്നത് ഇവിടെ ഒരു നോർമൽ സ്വിഫ്റ്റ് HP എന്ന് പറഞ്ഞാൽ 86 HP ആണ്. അതിൻ്റെ ഒരു 12 ഇരട്ടി പവറായിരിക്കും.
ഇതിന്റെ അകത്ത് എമർജൻസി ആയിട്ട് പവർ ബാറ്ററി ചാർജ് തീർന്നു വന്ന 2 ലിറ്ററിന്റെ ഒരു പെട്രോൾ എഞ്ചിൻ ഉണ്ട്. ഇതിനെ ചാർജ് ചെയ്യാൻ വേണ്ടി ജനറേറ്റർ ആക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും അഡ്വാൻസ് ഇത് ചുമ്മാ പ്രോട്ടോടൈപ്പ് ഒന്നും ചെയ്യ വണ്ടി ഇറങ്ങി ചൈനയിലെ ആൾക്കാർ തോട്ടിക്കടയൊക്കെ ഓടിച്ചുകൊണ്ട് എടുക്കുന്ന വീഡിയോസ് ഉണ്ട്. അപ്പം അത്രയും അഡ്വാൻസ്ഡ് ആണ് EV ഫീൽഡ്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ്. 1000 കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഒരു വണ്ടി എടുക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് എല്ലാം വെച്ച് ഇതൊക്കെ കണ്ടാണ് ബാക്കി കമ്പനികൾ ഇതിൻ്റെ അകത്തേക്കൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ BYD ഒക്കെ വേറെ ലെവലിൽ പോകണ കമ്പനിയാണ്. അതുകൊണ്ടാണ് EV മാർക്കറ്റിൽ നമ്പർ 1 ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ഏറ്റവും ചെറിയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ സൈക്കിളാണ്. ട്രക്ക് വരുന്നത്, ഇതിൻ്റെ ബസ്സും ട്രക്കും വരുന്നത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണെന്ന് വിചാരിക്കും. അത് ലോകം തന്നെ കീഴടക്കി. ടെസ്ലയായിരുന്നു ഏറ്റവും കൂടുതൽ EVs സെല് ചെയ്ത് അവർ കഴിഞ്ഞ വർഷം കവർ ചെയ്തു. ഇനി ഇത് സോളാറിന്റെ ഒരു ടോപ്പിക്കാണ് എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. സോളാറില് 3 ടൈപ്പ് പാനൽസ് ആണുള്ളത്. ഇതിൻ്റെ അകത്ത് പഴയ ടൈപ്പാണ് പോളിക്രിസ്റ്റലൈൻ പാനൽസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് മോണോകർക്ക് പാനൽസ്. അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പാനലാണ് പോപ്കോൺ സോളാർ പാനൽസ്. അതിൻ്റെ അകത്ത് ബൈഫേഷ്യൽ പാനൽസ് ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സോളാർ ചെയ്യാൻ പോകുന്ന ആളുകൾ ഏറ്റവും ആദ്യം ചോദിക്കുന്ന പോപ്കോൺ പാനൽസ് ഉണ്ടാകും. ടണൽ ഓക്സൈഡ് പാസ്വേറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അഡീഷണൽ തിൻ ലെയർ സിലിക്കൺ വേപ്പറൈസ് ഇതിൻ്റെ ഇടയിൽ വെക്കുന്നതായിരുന്നു. ഇലക്ട്രോൺ റീകോമ്പിനേഷൻ കുറച്ചിട്ട് എഫിഷ്യൻസി കൂട്ടുന്ന ഒരു ടെക്നോളജിയാണ്. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദാനിയാണ്. ഇതിൻ്റെ ഒരു പാനലിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 575 വാട്ട്സ് ഔട്ട്പുട്ട്. അപ്പോൾ ഈ ടെക്നോളജിയാണ്. ഇതിന് ഡീഗ്രഡേഷൻ കുറവാണ്. ഇതിന് ലോ ലൈറ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സോളാറിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെയിൽ കുറയുമ്പോൾ പെർഫോമൻസ് കുറയുന്നുള്ളതാണ്. ഇത് അതിലും അഡ്വാൻസ്ഡ് ആണ്. ലോ ലൈറ്റ് പെർഫോമൻസ് ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 22.4 ആണ്. നോർമൽ പാനലിന് 20% എഫിഷ്യൻസി കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ പാനലുകൾ ഇനി ഇത് ഒരു കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് ഈ പാനൽ വന്നെങ്കിൽ എല്ലാവരും പറയുന്നത് 2 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോഴത്തേക്കും 1000 വാട്ട്സ് അല്ലെങ്കിൽ 800 വാട്ട്സിൻ്റെ കപ്പാസിറ്റിയുള്ള പാനൽസ് മാറ്റുന്നത്. അപ്പോൾ ഒരു 5 കിലോ വാട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ 5 പാനൽ 6 പാനൽ വെച്ചാണ് ചെയ്യുന്നത്. പണ്ട് ഇറങ്ങിയ സമയത്ത് 12 പാനൽ വെച്ച് അല്ലെങ്കിൽ 13 പാനൽ വെച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതാണ് സോളാർ പാനലിൽ ഏറ്റവും ലേറ്റസ്റ്റ് സാധനം. പോപ്കോൺ എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കറണ്ട് മാർക്കറ്റ്. ഇനി ടൈപ്സ് ഓഫ് സോളാർ സിസ്റ്റം ആണ് പറയാനുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ്. നിങ്ങൾക്കറിയാം പണ്ടത്തെ ബാറ്ററി സ്റ്റോർ ചെയ്തിട്ടുള്ള സിസ്റ്റമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ വേസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് വന്നതാണ് ഓൺ ഗ്രിഡ് സിസ്റ്റം. ഇത് ഒരു നെറ്റ് മീറ്റർ വെച്ച് സോളാറിൽ നിന്ന് DCനെ ഒരു ഇൻവെർട്ടർ വെച്ച് AC ആക്കിയിട്ട് നമ്മുടെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന് നെറ്റ് മീറ്റർ വെച്ച് KCBയിലേക്കോ ഗ്രിഡിലേക്കോ കൊടുക്കുന്ന സിസ്റ്റമാണ് ഓൺ ഗ്രിഡ് സിസ്റ്റം. ഇത് ഒരു 2014 ആയപ്പോൾ തൊട്ട് വന്നതാണ്. അപ്പോൾ ഒരു 2000 രൂപയ്ക്ക് മുകളിലേക്ക് കറണ്ടിലുള്ളവർക്ക് ചെയ്യുകയാണെങ്കിലും മെച്ചമായിരിക്കും. ഏറ്റവും കൂടുതൽ ഓൺഗ്രിഡ് ചെയ്യുന്നതെന്ന് ഒത്തിരി കറണ്ട് ബില്ല് ഉള്ളവരാണ് ഓൺഗ്രിഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഇതിന് മെയിൻ്റനൻസ് ഒന്നുമില്ല, സീറോ മെയിൻ്റനൻസ് ആണ്. പിന്നെ നമുക്ക് പാനലിനും ഇൻവെർട്ടേഴ്സിനൊക്കെ വാറണ്ടി ഉള്ളതിനും നമുക്ക് ബെനിഫിഷ്യലാണ്. ഇതാണ് ഒരു 3 കിലോ വാട്ട്. അപ്പോൾ നിങ്ങളോടൊക്കെ പലരും ചിലപ്പോൾ സോളാറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടാവും. അപ്പോൾ ഒരു 3 കിലോ വാട്ട് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു 3000-4000 രൂപ വരെയുള്ള കറണ്ട് ബില്ലുള്ളവർക്ക് കിട്ടുന്നതാണ് 3 കിലോ വാട്ട് പവർ പ്ലാന്റ്. ഈ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ നോക്കുള്ളൂ. ഇപ്പോൾ MNR നമ്മുടെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ഇവരാണ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. അവർ ഒരു 3 കിലോ വാട്ട് പാനൽ വെച്ച് കഴിഞ്ഞാൽ 78,000 സബ്സിഡി. ആദ്യകാലത്ത് സബ്സിഡി ഇല്ലായിരുന്നു, പിന്നെ 40,000 ആയി, ഇപ്പോൾ 78,000 സബ്സിഡി കിട്ടും. അപ്പോൾ 78,000 സബ്സിഡി കിട്ടുമ്പോൾ ഇതിന് ഒരു പാനൽ വെച്ചു. കാരണം നമുക്ക് ഒരു 1,20,000 നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4000 രൂപ കറണ്ട് ബില്ലുള്ളവർക്ക് ആ പൈസ EMI ആയിട്ട് അടച്ചാൽ പോലും നമുക്ക് ലാഭം. ഇതാണ് 3 കിലോ വാട്ട് സിസ്റ്റം. ഇത് 500 വാട്ട്സിൻ്റെ പാനലാണ്. ഈ 6 പാനലുണ്ടാവും. അപ്പോൾ 500 അതാണ് 3000 വാട്ട്. ഇതാണ് 3 കിലോ വാട്ട് പറഞ്ഞത്. ഇനി നമ്മുടെ വീട്ടിലൊരു ഇലക്ട്രിക് വണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോകുന്നത് 5 കിലോ വാട്ട് പ്ലാന്റിലേക്ക് പോകും. അതിനകത്ത് ഒരു 8000 രൂപ 10000 രൂപ വരെയുള്ള കറണ്ട് ബില്ല് നമുക്ക് സീറോ ആക്കാം. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 lakhs ആയിരിക്കും. ഇതിന് കിട്ടും 78,000 സബ്സിഡി.
എത്ര കിലോ വാട്ട് ചെയ്താലും എത്ര ഹൈ ചെയ്താലും സബ്സിഡി 80,000, 78,000, 80,000. ഇതിന് ഏകദേശം ഒരു 10 പാനൽ ആ ഒരു ഇതിലായിരിക്കും ഇതിന്റെ എക്സ്പെൻസും ബാക്കി കാര്യങ്ങളൊക്കെ. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹൈ എൻഡ് കസ്റ്റമേഴ്സ്, ചില 20,000 രൂപ 25,000 രൂപയൊക്കെ കറണ്ടുള്ള ആളുകൾ വെക്കുന്നതാണ് 10 കിലോ ആണ്. ഇതിന് ഏകദേശം ഒരു 5 lakhs എമൗണ്ട് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഏകദേശം